അപ്പോൾ ഹേയ് ഗൈസ്, ഇന്ന് നമ്മളൊരു ക്വിക്ക് റിവ്യൂ അല്ലേ? അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ബ്രോ വെൽക്കം, നമ്മുടെ കാറിൻ്റെ ഓണറാണ് ബ്രോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. എൻ്റെ പേര് ഗൗതം പത്മകുമാർ. ഞാൻ BBA LLB ഫൈനൽ ഇയർ ബാംഗ്ലൂർ പഠിക്കണം. ഇതും കാറ് കൂടുതൽ യൂസ് ചെയ്യണത് എൻ്റെ ബ്രദറും അച്ഛനുമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട്? നമ്മളിപ്പോൾ ഒരു 15 days കഴിഞ്ഞു. 15 days കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുവഴി പോയ സമയത്ത് നമുക്ക് വീണ് കിട്ടിയ ഒരു വണ്ടിയാണ് XEV 90. മഹീന്ദ്ര 2 വണ്ടികൾ ഇറക്കി. അതിൽ ഏറ്റവും കൂടിയ മോഡൽ, മൂത്ത ചേട്ടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന 90യുടെ ഓണറിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നല്ലൊരു യൂസർ റിവ്യൂ പ്രതീക്ഷിക്കല്ലേ? അതെ അതെ അതെ. എടുത്തിട്ട് ഇപ്പോൾ എത്രയായി? കറക്റ്റായി എത്ര? 15 days കഴിഞ്ഞു. 15 days ആയി. ഫസ്റ്റ് സർവീസും കഴിഞ്ഞു. കഴിഞ്ഞു 2000 കിലോമീറ്റർ ഓടി. ഓക്കെ, 2000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് ഇത് തന്നെയാണോ നോക്കിയത്? അതെ, നമ്മൾ EV എടുക്കാൻ അങ്ങനെ പ്ലാൻ ഉണ്ടായില്ല. ആദ്യം നമുക്കൊരു ബ്രസ് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് വേറൊരു വണ്ടിയിൽ നിന്നായിരുന്നു നോക്കിയത്. അപ്പം അപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്തത് മഹേന്ദ്ര. നമ്മൾ ഫസ്റ്റ് നോക്കിയത് B6, ആ ലുക്കും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം അത് ബുക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് നേരിട്ട് കണ്ടപ്പോൾ ഓക്കെ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ആ പ്രൈസ് റേഞ്ചിൽ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 55-60 lakh പ്രൈസ് റേഞ്ചിൽ ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത്. അങ്ങനെ എടുത്തതാണ്. ഓൺ റോഡ് എത്രയായി? ഓൺ റോഡ് ഒരു 3490 സംതിങ്. ടാക്സിന് മുമ്പ് എടുത്താ? ഓക്കെ, ഏപ്രിലിന് മുമ്പ് എടുത്താ. ഇപ്പോൾ 1.5 ലക്ഷം പോയിട്ടുണ്ടല്ലേ? 1.5 ലക്ഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്തത് B6, പിന്നെ അത് കൺവേർട്ട് ചെയ്തതിലേക്ക്. കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ? അതെ, വളരെ സാറ്റിസ്ഫൈഡ്. വളരെയധികം. എന്തൊക്കെ പോരായ്മകളാണ് B6 തോന്നിയിരുന്നത്? B6 ഉള്ളിൽ കുറച്ച് കംഫർട്ട്നെസ് കുറവുണ്ട്. പിന്നെ ബാക്കിൽ തൈ സപ്പോർട്ട് കുറവുള്ള പോലെ തോന്നി. പിന്നെ ഉള്ളിൽ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര ബെറ്റർ ആണെന്ന് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോൾ ഒരു ലക്ഷറിയസ് കംഫർട്ടബിൾ ഫീൽ ആയിട്ട് തോന്നി. കമ്പനി പറയുന്ന റേഞ്ച് 682 കിലോമീറ്റർ ആണ്. ഇത് 79 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് റിയൽ ലൈഫിൽ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? റിയൽ ലൈഫ് ഒരു 450 അബോ കിട്ടുന്നുണ്ട് റിയൽ ലൈഫിൽ. അതെ, നമ്മൾ 100 to 0 ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. 100 to 30 വരെ പോയി. ഏറ്റവും കുറഞ്ഞ 30. അതെ, അതിലൊരു 400 പോയിട്ടുണ്ട്. 350-400 എവിടെയൊക്കെ പോയിട്ടുണ്ട്? നമ്മൾ എറണാകുളം, രാജക്കാട്, ഇടുക്കി അങ്ങനെ സ്ഥലങ്ങൾ. രാജക്കാട് എന്ന കേസ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് രാജക്കാടിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? 150 കിലോമീറ്റർ. വൺ സൈഡ്. അത് ഒറ്റ ചാർജിൽ പോയി വന്നു. ഹൈ റേഞ്ച് അല്ലേ? അതെ, ഹൈ റേഞ്ച്. ഓക്കെ, അത് ഒറ്റ ചാർജിൽ പോയി വന്നു. ഒരു 96% സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ 17 to 20% ഉണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം ലോങ് ഒക്കെ പോകാൻ സെറ്റ് അല്ലേ? ഹൈ റേഞ്ച് ആയിരുന്നു. ഹൈ റേഞ്ച് പോയിട്ട് വന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ റീജനറേഷൻ ഓൺ ആയിരുന്നു. അതെ, 3 ലിറ്റർ നമുക്ക് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? എത്ര ഉണ്ട്? അത് നമ്മൾ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 20 എന്തോ ആയിരുന്നു. അത് കൂടി 30, 35, 40 ഒക്കെ ആയിരുന്നു. അപ്പോൾ കയറ്റം കയറിയ സമയത്ത് റീജനറേഷൻ എത്രയായിരുന്നു? പെട്ടെന്ന് റീജൻ ലെവൽ 1 തന്നെ ഇട്ടാണ് യൂസ് കയറിയത്. ഇറങ്ങിയപ്പോൾ 1 നമ്മൾ ലെവൽ 1 ചേഞ്ച് ചെയ്യാറില്ല, കാരണം അത് ഒത്തിരി ബ്രേക്കിംഗ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ സെയിം ഇതിൽ തന്നെ വന്നത്. കയറിയപ്പോൾ നല്ലതായിട്ട് ചാർജ് കുറയുന്ന പോലും ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ ഓക്കെ, ആ ഇറങ്ങിയ ചാർജ് തിരിച്ചു കയറി. അതെ. അപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളുടെ എന്തെങ്കിലും പോരായ്മകളോ? ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പത്തനംതിട്ടയിൽ കുറച്ച് കുറവാണ് ഫെസിലിറ്റീസ്. ഇതാണ് ഉള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും 30 kilowatt ചാർജസ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് ടൈം എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഹോം ചാർജർ എന്ന് പറഞ്ഞാൽ 11.2 kilowatt ചാർജർ മേടിച്ചു. അത് ഇതുവരെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് എർത്തിന്റെ പ്രശ്നം കാരണം ഫിക്സ് ചെയ്തു. പക്ഷെ എർത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നാളെയോ മറ്റന്നാളോ കൊണ്ട് ശരിയാവും. അവരുടെ ഒക്കേഷനാണ്, ലൈക്ക് ചാർജർ പ്രശ്നമൊന്നുമില്ല. അവരൊന്ന് ഫിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നാണ് എർത്തിന്റെ നമ്മൾ ചെയ്ത് കൊടുക്കണം. 3 phase ആയിരുന്നു നേരത്തെ. 3 phase ആയിരുന്നു. പിന്നെ നമ്മൾ ലോഡ് കൂടുതൽ KCB എടുക്കണം, 11 kilowatt. അപ്പോൾ എക്സ്ട്രാ അത്രയും കൂടെ വലിക്കണം. പിന്നെ കേബിൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. ഷോറൂമിൽ നിന്ന് ജസ്റ്റ് ചാർജർ ഫിക്സ് ചെയ്യും, സെറ്റ് ആക്കി. ഇപ്പോൾ ചെയ്തേക്കുന്നതെല്ലാം പുറത്തുനിന്നാണ് ചാർജ് ചെയ്തേക്കുന്നത്? ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന്. എത്ര വട്ടം ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 6 to 7 times ചെയ്തിട്ടുണ്ട്. എത്ര രൂപ ആവുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ? നമ്മൾ 0 to 100 ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു 40 to 80 ആക്കിയപ്പോൾ ഒരു 600 ആയി. അത് നൈറ്റാണ് ചെയ്തത്. ഓക്കെ, അത് സോളാർ അവർ ഇവിടുന്ന് തന്നെ ചെയ്തു. അത് ഓരോ ടൈം പീരീഡിനാണ് റേറ്റ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 9 to 4 PM വരെ 17 per kilowatt-hour ആണ്. നൈറ്റ് വരുമ്പോൾ 25 kilowatt rupees ആവും 1 kilowatt-ന്. അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഓരോ ടൈമിനനുസരിച്ച്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര ടൈം കൺസ്യൂം ആവുന്നുണ്ട് ഒരു ഫുൾ ചാർജ്? ഇത് 60 kilowatt കിട്ടുകയാണെങ്കിൽ, കാരണം ഇത് 60 kilowatt-ന്റെ 2 വണ്ടി ഉണ്ടെങ്കിൽ 30 കിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ ഇത് കിട്ടുവാണെങ്കിൽ 2 hours ആവുന്നതാണ്
അങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ. 2 hours ഫുൾ ചാർജ് ആവുന്നത്. കമ്പനി പറയുന്നത് 20 minutes കൊണ്ട് 20 to 80 അത് 175 175. അത് നമ്മളെ ഏരിയയിലൊന്നും ഇല്ല. അപ്പൊ പിന്നെ അത് നോക്കാം. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ എല്ലാവരും വണ്ടി എടുക്കാൻ നേരത്ത് അവരും ബ്രൗസേഴ്സ് നോക്കി അങ്ങനെയല്ലേ പറഞ്ഞായിരുന്നു 20 minutes ഫുൾ ചാർജ് ആവും. പക്ഷേ റിയൽ ലൈഫ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചാർജർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും അൺലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതെ, ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇതിലില്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ വന്നിട്ടില്ല. അത് അടുത്ത സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റിൽ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പ്രശ്നം ഇത് ഡ്രൈവർ സീറ്റിൽ മാത്രമേ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളൂ, ഗ്ലാസസ്. അതൊരു ഇതായിട്ട് തോന്നി, ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പിന്നെന്ന് പറയുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഡ്രൈവർ സീറ്റ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോണിക്, അവിടെ മാനുവലാണ്. ഇത്രയും രൂപ കൊടുത്ത് എടുക്കുന്ന ഒരു വണ്ടിക്കകത്ത് ഇതൊന്നും ഇല്ലാന്ന് പറയുന്ന ഒരു പോരായ്മ തന്നെയാണ്. ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അഡാസ് ലെവൽ ഇല്ല. അഡാസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് അലേർട്ട് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. കാരണം ബൈക്ക്, പ്രത്യേകിച്ചും ബൈക്ക് ലെഫ്റ്റിൽ നിന്ന് ഓട്ടേക്ക് ചെയ്യണത് നമുക്ക് ഇവിടെ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്, അതിൽ കാണിക്കും ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും രൂപ കൊടുത്തെടുക്കുന്നതിനുള്ള ഫീച്ചർ പാക്ക് തന്നെയാണ് വണ്ടി. പലർക്കും ഉള്ള ഒരു മിത്താണ്, ലൈക്ക് നമുക്ക് വണ്ടി എടുക്കാം, EV വണ്ടി എടുക്കുമ്പോൾ ആദ്യത്തെ EV വണ്ടിയാണ്. അപ്പോൾ പല മിത്തുകളുണ്ട്. ഇപ്പം നമുക്ക് കുറെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ സ്ലോ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജിന് ഇട്ട് കഴിഞ്ഞ് വണ്ടി കയറി ഇരിക്കാൻ പാടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, AC ഇടാൻ പാടില്ല, അങ്ങനത്തെ കുറെ മിത്തുകളുണ്ട്. അതെന്താണ്? നമ്മൾ ഇതുവരെ അങ്ങനെ ചാർജിങ്ങിന് നമുക്കറിയില്ല അത് ശരിക്കും കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. കാരണം പലരും പല അഭിപ്രായമാണ്. ചില വണ്ടികൾക്ക് ഓരോ അതെ, ഇപ്പൊ നമ്മള് 2-3 EV യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഫാസ്റ്റ് ചാർജ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ചില കമ്പനികൾക്ക് 5 ഫാസ്റ്റ് ചാർജ് ചെയ്താൽ 1 ഹോം ചാർജ് ചെയ്ത് വേണം, അല്ലെ ലോക്ക് ആവും എന്നുള്ള അതും കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉള്ളിൽ കയറിയ ഓണാക്കണം, അത് നമുക്കറിയില്ല ഇതുവരെ, നമ്മൾ ചോദിച്ചിട്ടും ഇല്ല ഇതുവരെ. പിന്നെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ട്, നമ്മളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രോ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണോ? അതെ, ബ്രോയ്ക്ക് അങ്ങനെ ബാക്കിയുള്ള കംപ്ലൈന്റ്സും കാര്യങ്ങളും ഇതുവരെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ആദ്യം ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടെസ്റ്റ് റൺ ഇറങ്ങുന്ന വണ്ടികൾ എടുക്കുന്ന ഒരു പേടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കാരണം അവര് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് വണ്ടീസ് അല്ല, ആ ഫീച്ചേഴ്സ് അല്ല വരുന്നത്, വേറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടികളിൽ റേഞ്ച് കുറവായിരുന്നു. കാരണം 100 കിലോമീറ്ററിലും 300-320 ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെയ്തെടുത്ത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ പ്രൊഡക്ഷൻ മോഡലിൽ അങ്ങനെ ആയിരിക്കില്ല, അത് ടെസ്റ്റ് ഡ്രൈവ് ആണ്, ഫസ്റ്റ് ഇതായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതാണ്. പവറിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്? പവർ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ 4 മോഡാണ് ഉള്ളത്. അതിൽ ഡിഫോൾട്ട് മോഡ് ഇട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, അത് റേഞ്ച് കൂടുതൽ കിട്ടാൻ. അതിലും നമുക്ക് പെട്ടെന്ന് ഓട്ടോയ്ക്ക് ആണെങ്കിൽ ഇതിലൊരു ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ കയറി പോവാം. പിന്നെ റേസ് മോഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ആണ്, ജസ്റ്റ് പ്രസ് ചെയ്യുക, നല്ല 150-160 ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കയറും. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് AC യുടെ കൺട്രോൾസിലേക്ക് ആക്സസ് ചെയ്യാനാണ് പ്രശ്നം. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് AC ഓപ്പൺ ആക്കണം, അതാണ് ഒരു പ്രശ്നം. അത് മാനുവലി ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, എളുപ്പമായിരുന്നു. ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരാൾ ഇപ്പുറത്ത് വേണം. അതെ, കൺട്രോൾസ് അല്ല, നമ്മുടെ ശ്രദ്ധ ഒബ്വിയസ്ലി പോകും വണ്ടി ഓടിക്കുന്ന ടൈമിൽ. ഓക്കെ, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പം ഇതിനകത്ത് വരുന്നത്? ഫീച്ചേഴ്സ് നമുക്കിപ്പം ആ സ്ക്രീൻ, പാസഞ്ചർ സ്ക്രീനാണല്ലോ യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഇതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ വണ്ടി റണ്ണിങ്ങിലാകുമ്പോഴുള്ളത് അത് വരും. അതിൽ നമുക്ക് കിലോമീറ്റർ റേഞ്ച്, പിന്നെ സൈഡിൽ കൂടെ വണ്ടി പോണത് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നാവിഗേഷൻ ഇടാനുള്ള അവിടെ തന്നെ കാണിക്കും, എങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് എല്ലാം കാണിക്കും. പിന്നെ അതാണ് ഡ്രൈവിംഗ് സൈഡിൽ നിന്നുള്ളത്. ഈ XEV BE6 നിന്ന് വ്യത്യസ്തമായിട്ട് അകത്ത് ഫുൾ വൈറ്റ് ഇന്റീരിയേഴ്സ് ആണ്. അതെ, ആൻഡ് അത് സീറ്റിനെ പറ്റി എന്താ അഭിപ്രായം? അത് വൈറ്റ് ഒരു ലക്സറിയസ് ഫീൽ ആണ്, ബട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര പാടായിട്ടായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ തന്നെ കുറച്ച് സ്പോർട്സ് ഉണ്ട്, കുറച്ച് അഴുക്കിന്റെ സ്പോർട്സ്, ഡേർട്ടിന്റെ അഴുക്കാവുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. അതെ, ഫീൽ ആവുന്നുണ്ട് ആ വൈറ്റ്. നമുക്ക് പിന്നെ സീറ്റ് കവറും ചെയ്യാൻ പറ്റില്ല, കാരണം വെന്റിലേറ്റഡ് സീറ്റ്സ് ആയതുകൊണ്ട്. അപ്പൊ അതൊരു ബ്ലാക്കിലും ബെറ്റർ ഒരു ക്രീമിഷ്. ഇപ്പൊ നമ്മള് താർ റോക്സില് ബ്രൗൺ ആ ഒരു ഇന്റീരിയർ, അതെ, അതും ഓക്കെ ആയിരുന്നു. ഇല്ല, നമുക്ക് ബ്ലാക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടായിരുന്നു, പിന്നെ കൂടുതലും ബ്ലാക്ക്, അമ്മയ്ക്ക് ബ്ലാക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിൽ വരുന്നത് സൺറൂഫ് അല്ല, മൂൺ റൂഫ്. അത് ഓപ്പൺ ആക്കാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും. നമുക്ക് ജസ്റ്റ് ഗ്ലാസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആൻഡ് ഇതിനകത്ത് ലൈറ്റ്സും ഉണ്ട്. നമ്മള് ഇപ്പൊ ഓഫ് ആക്കിട്ട് പകല് കാണാൻ പറ്റും. എങ്ങനെയാ? പകല് കുറച്ച് കാണാൻ പറ്റും, ഇപ്പൊ കാണാൻ പറ്റണം. ചെറിയൊരു ഷെയ്ഡ് പോലെ കാണുന്നുണ്ടല്ലേ?
ചെറിയൊരു ലൈറ്റിന്റെ ഷെയ്ഡ് കാണുന്നുണ്ട്. ആൻഡ് ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ലൈക്ക് മൂൺറൂഫും സൺറൂഫും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഗ്ലാസ് കാണണം. ആൻഡ് ഇത് ഇങ്ങനെ വരയും കൂറിയും നമുക്ക് പാട്ടൊക്കെ ഇട്ട് പോകുമ്പോ രസമാണ്. നമ്മള് ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ട് പോകുമ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ആ ലൈറ്റിങ്ങും എല്ലാം. പിന്നെ നമുക്ക് ഇതിലൊരു ഗ്രൂമി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അത് നൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ്. പാട്ടിനനുസരിച്ചിട്ട് ഡാൻസ് ഇല്ല സിങ്ക് ആവും, അല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാവുകയാണ്. അല്ല ഓട്ടോ അവര് സെറ്റ് ചെയ്യണ ഇതില് പോവാണ് ലൈറ്റ്. അതൊക്കെ നൈറ്റിൽ മാത്രമേ യൂസ് ഉള്ളൂ. ഈ ലൈറ്റിങ്ങും നൈറ്റ് മാത്രമേ യൂസ് ഉള്ളൂ. നമുക്ക് മോർണിംഗ് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെയാണ് ഡ്രൈവ് ചെയ്യണത്. ചൂടടിക്കുകയാണ്. നമുക്ക് ഇതിൽ കിട്ടുന്നത് 1, 2, 3 വലിയ സ്ക്രീനുകളാണ്. ഇത് നമുക്ക് കോ പാസഞ്ചറിനും ആൻഡ് ഇത് മെയിൻലി നമ്മൾ ഡ്രൈവറിനും ബാക്കിയുള്ളവർക്കും വേണ്ടി. അപ്പൊ അത് റണ്ണിങ്ങിൽ യൂട്യൂബ് ഒക്കെ പ്ലേ ചെയ്ത് കാണുന്ന ആൾക്കാരാണോ? യൂട്യൂബില് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. ഞാൻ പാസഞ്ചർ സീറ്റിലാണെങ്കിൽ ഞാൻ യൂട്യൂബ് വൈകിട്ട് IPL കാണാറുണ്ട്. ട്രാവൽ ചെയ്യുന്ന ടൈമിലാണ് കുറച്ചാറിൽ IPL കാണാറുണ്ട്. ഇതിനകത്തുള്ള സബ്സ്ക്രിപ്ഷൻസ് എങ്ങനെ നമ്മള് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല സബ്സ്ക്രിപ്ഷൻ. ഇതില് ഓൾറെഡി മൊബൈൽ ഡേറ്റ ഉണ്ട് ഇതില്. അത് നമുക്ക് സിം ഉണ്ട്. സിം ആണോന്ന് അറിയില്ല, ഡേറ്റ ഉണ്ട്. അതിൽ നമുക്ക് ഈവൻ വൈഫൈ എടുക്കാം നമ്മുടെ ഫോണിലേക്ക്. അതെ, ഇതിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ഇല്ല നമ്മൾ അത് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക, ഫോണിൽ നമുക്ക് എടുക്കാം. നെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ. 4G ടച്ച് സെൻസ് നല്ലതാണ്. റെസ്പോൺസ് അത്യാവശ്യം ഉണ്ട്. ഇവര് പറയണത് ഫോണിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്പ് ആവാൻ ചാൻസ് ഉള്ളതാണ് സ്നാപ്ഡ്രാഗണിന്റെ ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് യൂസ്. നല്ല ടച്ച് റെസ്പോൺസ് ഉണ്ട്, ലാഗ് അങ്ങനെ ഒന്നും പ്രശ്നങ്ങൾ. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ക്വാളിറ്റി പകൽ ഇപ്പം സമയം അറൗണ്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ട്, 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെ നോക്കാം. ഏതെങ്കിലും ഒരു പാട്ടിട്ട് നോക്കും. ഏതെങ്കിലും നല്ല ജിൽ ഓ സീൻസ്. വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഫീച്ചേഴ്സിനകത്ത് ഡ്രോബാക്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഓട്ടോ പാർക്കിൽ ചില ബഗ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഓട്ടോ പാർക്ക് പെർഫെക്റ്റ് അല്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ഇതിന്റെ 360 ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് 360 ഒരു ബട്ടൺ ഉണ്ട്, ഒരു ടച്ച് ബട്ടൺ ഉണ്ട്. ഓക്കെ. എന്തൊക്കെ മോഡുണ്ട്? കോർണർ വ്യൂ, റിയർ വ്യൂ, ഫ്രണ്ട് വ്യൂ ഉണ്ട്. ക്വാളിറ്റി ഉണ്ടല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. രാത്രിയും നല്ല ക്വാളിറ്റി ഉണ്ട്. ബാക്കിൽ ലൈറ്റ് ഉണ്ട് ക്യാമറയുടെ. നമുക്ക് 3D നമുക്ക് വണ്ടി കാണിച്ചു തരും എവിടെ കിടക്കണേന്ന്. നമുക്ക് 8 എയർ ബാഗ് ആണ് ഇതിൽ പറഞ്ഞത്. കർട്ടൻ എയർ ബാഗ് 3 എണ്ണവും ബാക്കി നമ്മുടെ പാസഞ്ചർ ഡ്രൈവർ. ഇവിടെ മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ഇത്രയും മാത്രമേ ഉള്ളൂ. അതും ടച്ച് ആണ്. അത് നമുക്ക് വയർലെസ് ചാർജർ ഉണ്ട്. ഇത് വയർലെസ് ആണ്. പിന്നെ സ്റ്റോറേജ് ഉണ്ട്. USB വരുന്നില്ലല്ലേ? ഇല്ല. ബാക്കി അപ്പോൾ ഇതിനകത്തിലെ മോഡുകൾ എന്തൊക്കെയാണ്? ഇതിലിപ്പോ ഇത് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ആണ്. പിന്നെ ഇത് നമുക്ക് AC ബട്ടനാണ്. ഇതിൽ AC നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഇത് ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഡ്രൈവ് മോഡ്സ് ഇപ്പം വരുന്നത് നമുക്ക് ഡിഫോൾട്ട് ഉണ്ട്, റേഞ്ച് ഉണ്ട്, എവറിഡേ ആൻഡ് റേസ് ആണ്. റേസ് മോഡ് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഓവർ ആയിട്ട് ട്രൈ ചെയ്തിട്ടില്ല. കാരണം റേഞ്ച് കോംപ്രമൈസ്ഡ് ആവും. അതെ, നല്ലതായിട്ട് കോംപ്രമൈസ്. ഹാഫിൽ ഒരു ഇപ്പം 400 നിന്ന് ഒരു 300 ഒക്കെ. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് എടുക്കുന്നതിന്റെ ഒരു വർത്ത് വണ്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. B6 ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞത് റിയർ സീറ്റിലെ കംഫോർട്ടാണ്. നമ്മളിപ്പം 9യുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഒന്ന് പുറത്ത് വരുമോ? നമുക്ക് നോക്കാം. ഗൈസ്, ഇപ്പം ഞങ്ങൾ 2 പേര് പുറകിലുണ്ട്. ക്യാമറ ഇങ്ങോട്ട് വന്നാൽ ഒരാളെയും കൂടെ കാണാം. 3ാമത്തെ ആളെയും കൂടെ കയറ്റാൻ പോവാണ്. നമുക്ക് എങ്ങനെ ഇത് വെച്ചു ഇരിക്കും. ഇത് ഇപ്പം റിക്ലൈനിലാണല്ലോ? നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, റിക്ലൈൻ ചെയ്തു കഴിഞ്ഞാൽ 3 പേര് നല്ല അടിപൊളിയായിട്ട് വിശാലായിട്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഫാമിലി 4 പേരാണ് ഇതുവരെ ഇരുന്നത്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് 5 പേര് ഇരുന്നിട്ടുണ്ട്. അപ്പോഴും കംഫർട്ടബിൾ ആണ്. തല തട്ടുന്ന നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല ഗ്യാപ്പ് ഉണ്ട്. 4 വിരല് നല്ല ഗ്യാപ്പ് ഉണ്ട്. സൺറൂഫ് നമുക്ക് ഇവിടുന്നേ തുടങ്ങുന്നുണ്ട്. നല്ല വ്യൂ രാത്രിയിൽ നല്ല രസമാണ് ബാക്കിലിരിക്കാൻ, ലൈറ്റ്സ് ഫുള്ള് കണ്ട്. ലോങ് ഡ്രൈവ് പോയപ്പോൾ പുറകിലിരുന്നവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? അവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്? നല്ലതാണ്. ലൈക്ക് നമുക്ക് ബാക്ക് സീറ്റ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണത്. നമുക്ക് ചാരി ഇരുന്ന് വേണമെന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ സസ്പെൻഷൻ അത്രയ്ക്ക് നല്ലതാണ്.
ലൈക്ക് ഈ സീറ്റ് ഇപ്പം നിങ്ങൾ ക്യാമറ പുറത്തോട്ട് പോകണമെങ്കിൽ ഈ സീറ്റ് അത്യാവശ്യം മുമ്പിലും ഈ സീറ്റ് ഫുൾ ബാക്കിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലെഗ് നോക്ക് കണ്ടോ, നല്ല ഗ്യാപ്പുണ്ട്. എന്നിട്ടും ഫുൾ ബാക്കിലിട്ട് ഫുൾ റിക്ലൈൻ ചെയ്തിട്ടും അത്യാവശ്യം തട്ടുന്നില്ല. പക്ഷെ എന്നാൽ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തട്ടുന്ന ഒരു രീതിയിൽ, പക്ഷെ നല്ല സുഖമായിട്ട് ഇവിടെ ഭയങ്കര സ്കൂപ്പായിട്ടാണ് വന്നേക്കുന്നല്ലേ. ഉണ്ട് പുള്ളിയുടെ കാല് തട്ടുന്നില്ല. കണ്ടോ ബാക്ക് സീറ്റ് കംഫർട്ട് അടിപൊളി. ബോഡി റോൾ ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ബോഡി റോൾ സ്പീഡിൽ ഉലക്കുന്ന എന്തെങ്കിലും പരിപാടി? നല്ല സ്പീഡിൽ പോവാണെങ്കിൽ ബോഡി റോൾ ഉണ്ട്. അല്ല അത് ഇവിക്ക് എപ്പോഴും ഉള്ള ആ ബോഡി റോൾ ആണോ ഉദ്ദേശിക്കുന്നത്? അതോ ഇല്ല, ചെറിയൊരു ബോഡി റോൾ ഉണ്ട്, ലൈക്ക് ചെറിയൊരു കുലുക്ക അത്ര ഉള്ളൂ. ബ്രസീലിൽ നിന്നാണ് ഇപ്പൊ ഈ വണ്ടിയിലോട്ട് വന്നത്. വന്നിട്ട് എന്ത് തോന്നി പെട്ടെന്നൊരു ഹ്യൂജ് ഡിഫറൻസ്? പ്രത്യേകിച്ച് ഡ്രൈവിലാണ് ഏറ്റവും ഡിഫറൻസ്. പിന്നെ കംഫർട്ട്, സസ്പെൻഷൻ, അങ്ങനെ ലോങ് ഡ്രൈവ്സ് പോകാൻ ബ്രസീൽ അത്ര ലോങ് ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ബാക്ക് സീറ്റിലെ കംഫർട്ട് എന്താണല്ലോ ഹ്യൂജ് അപ്ഗ്രേഡ് ആണ് ബ്രസീലിന്. ഇതിനകത്ത് വരുന്നത് 19 ഇഞ്ചിന്റെ വീലാണോ? 19 ഇഞ്ചിന്റെ. എങ്ങനെയുണ്ട് വീൽ? വീൽ അവര് പറയണത് ഇലക്ട്രിക് ആയതുകൊണ്ട് 15,000 to 20,000 ചേഞ്ച് ചെയ്യണം. അതൊരു 19 ഇഞ്ച് വരുമ്പോ അറൗണ്ട് ഒരു 45 രൂപ വരത്തില്ലേ 4 വീലിനോട്? അതെ, പിന്നെ എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? ടയറിൽ പോകും. ഓക്കെ. ആൻഡ് ഇത് ഇച്ചിരി അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. B6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഫോർച്യൂണറിന്റെ കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ലെങ്ത് ഉണ്ട്. അപ്പോൾ ചെറിയ വഴി കൂടെ ഒക്കെ കൊണ്ടുപോകാനൊക്കെയുള്ള എക്സ്പീരിയൻസ്? ചെറിയ വഴി കൂടെ നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടില്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചെറിയ വഴി കൂടെ ഒക്കെ പോയിട്ടുള്ള എപ്പോഴും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ വണ്ടിയാന്ന് ഫീൽ ചെയ്യില്ല. അകത്തിരിക്കുമ്പോൾ പുറത്ത് കാണുമ്പോൾ ഹെവിയാണ് നമുക്ക്. അതുകൊണ്ട് ഡൈമെൻഷൻസ് ആയിട്ടൊന്ന് ഇതാവാൻ കുറച്ച് ടൈം നല്ല ടേൺ റേഡിയസ് ഉണ്ട്. പെട്ടെന്ന് ഇല്ല പെട്ടെന്ന് തിരിയുന്നുണ്ട്. ഇപ്പം കണ്ടില്ല, അവിടുന്ന് ഒറ്റ തിരിയില് തിരിയണുണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി റേസ് മോഡിലല്ല, അല്ലാത്തതിലൊക്കെ ബാക്കി മോഡ്സിലൊക്കെ ഓക്കെ ആണ്. ഇല്ല, കുഴപ്പമില്ല. കാരണം നമുക്ക് ഓൾറെഡി കുറെ അസിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണല്ലോ സെർട്ടൻലി അഡാസ് ഇതുവരെ നമ്മളങ്ങനെ 4 ലൈൻ ട്രാഫിക്കിൽ പോയിട്ടില്ല. ഉണ്ട് ലൈൻ അസിസ്റ്റ് ഉണ്ട്. ലൈൻ നമ്മൾ ജസ്റ്റ് ഇത് വരുമ്പോൾ സ്റ്റിയറിംഗിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും ആ ഒരു വൈബ്രേഷൻ വരും. ഇല്ലല്ലോ, അത് നമുക്ക് ഓരോ ലെവൽസ് ഉണ്ട്, അതിൽ ആക്കിയിട്ടേക്ക് ഡ്രൈവ് അസിസ്റ്റിൽ കിടക്കാറുണ്ട്. സീറ്റ് ബാക്കിലേക്ക് പോകും തന്നെ പോകുന്നു, എന്നിട്ടൊരു സൗണ്ടും വരും. നമുക്കൊന്ന് ഉറങ്ങാനും അങ്ങനെ ഫുൾ ക്ലോസ്ഡ് ആയിട്ട്. ഇത് AR റഹ്മാൻ തന്നെ ചെയ്ത. പിന്നെ കുറെ അൺലോക്ക് ആവാനുണ്ട് ഫീച്ചേഴ്സ്. അതും ഈ കാർപ്ലേയുടെ കാര്യമൊക്കെ അവര് പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് അൺലോക്ക് ആവുമെന്നാണ് പറയണത്. അപ്പൊ ഇപ്പം 2000 കിലോമീറ്റർ മണ്ടൊക്കെ ആയില്ലേ? അപ്പം സർവീസ് കഴിഞ്ഞു, ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് സർവീസ്. എന്താണ് ഇപ്പോൾ സർവീസിനകത്ത്? അത് ജസ്റ്റ് ഇൻസ്പെക്ഷൻ, കൂളന്റിന്റെ ഇതൊക്കെ അത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അതിന് ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രീ ആണ്. ഇനി അപ്പോൾ അടുത്ത സർവീസ് അടുത്ത 10K ആണ് പറയണത്. അത് പിന്നെ ഇവയാണ്ട് പെട്ടെന്ന് അതെ, ഇപ്പൊ തന്നെ 2000 അതിന് എന്താണല്ലോ 2 monthsനുള്ളിൽ തന്നെ ആവുന്നതായിരിക്കും. ഓക്കെ, നൈസ്. അപ്പോൾ ഒരു അറ്റ് പ്രസന്റ് 2000 കിലോമീറ്റർ ഓടിച്ച സ്ഥിതിക്ക് ഹാപ്പി കസ്റ്റമർ തന്നെയാണ്. അതെ, നമ്മൾ കുറെ പൈസയും സേവ് ചെയ്തു. കാരണം നമ്മൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നതാണ്. നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഒരു ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നോവയുടെ ട്രാവലിംഗ് കുറച്ചു ഇതിൽ കൂടുതലാക്കിയിട്ടുണ്ട്. അപ്പൊ ഡീസലിന്റെ കോസ്റ്റ് കുറഞ്ഞു. ഈ ചാർജിങ് സ്റ്റേഷന്റെ ഈ ഒരു പ്രശ്നം അതെ, കുറച്ചുകൂടെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, കാരണം ഇവിടെ ആണെങ്കിലും എപ്പോഴും വണ്ടികൾ ഇങ്ങനെ വന്നു പോയി വരികയാണ്. അപ്പൊ ഫുൾ യൂട്ടിലൈസേഷൻ ചാർജിങ് സ്റ്റേഷൻസ് കുറച്ചുകൂടെ വരുവാണെങ്കിൽ. പിന്നെ EV ഉള്ളവർക്ക് ഫുൾ ചാർജ് ആക്കത്തില്ല, 80% അങ്ങനത്തെ എന്തെങ്കിലും നോക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, നമ്മള് ഇതുവരെ 100% ആക്കിയിട്ടില്ല. ആ ടൈം കിട്ടിയിട്ടില്ല. കാരണം 100% ആവാൻ 2-3 hours ഇവിടെ എടുക്കണം. 90-95 വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഇപ്പൊ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയത്? അതെ, നമ്മള് തലേദിവസം രാത്രി വന്ന് ഇവിടെ ചാർജ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഇനിയപ്പോ ചിലപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ റിവ്യൂസിനകത്ത് ഗോപിയും കൂടെ കാണത്തില്ലേ? അപ്പം താങ്ക് യു ബ്രോ. നമ്മൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രോയെ പരിചയപ്പെട്ടത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ റിവ്യൂ ചോദിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കമന്റ്സിനകത്ത് പറയാ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നും, ഇനിയും കൂടുതൽ ഡീറ്റെയിൽ റിവ്യൂ. ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് 10,000-10,000 കിലോമീറ്റർ ഒക്കെ പെട്ടെന്ന് അടിക്കും. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിൽ പറയുക. അപ്പോൾ ഇനിയും വേറെ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കമന്റ്സിൽ പറയുക.
അപ്പോൾ താങ്ക് യു എൻ്റെ സൈഡിൽ നിന്നും ഗോപിയുടെ സൈഡിൽ നിന്നും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ഇല്ലേ ഗോപി?